പ്രൈസ് ലോർഡ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രഭാതം തന്ന ദൈവത്തിനായി നന്ദി പറയുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീഡിയോ കാണാത്തവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം, ഒരു വേദഭാഗം നമ്മൾ വായിക്കാം. സങ്കീർത്തന പുസ്തകം 62:8. സങ്കീർത്തന പുസ്തകം 62:8. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. ഹോളി സ്പിരിറ്റ്, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പീൻ. നല്ലൊരു വചനം. നമ്മൾ മറ്റുള്ളവരെ, നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളെ സാമ്പത്തികമായും പല രീതിയിലും നമ്മൾ ആശ്രയിക്കാറുണ്ട്. ഇല്ല എന്നല്ല, മനുഷ്യരല്ലേ, ആയിപ്പോവും. പക്ഷെ കർത്താവ് ഇങ്ങനെ തന്നെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ജനമേ, എല്ലാ കാലത്തും അവനാൽ ആശ്രയിക്കുക. എല്ലാ കാലത്തും എന്ന് വെച്ചാൽ നമുക്കൊരു നിത്യത ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ കാലത്തും യഹോവയെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നു. നമ്മൾ നിത്യതയിലെത്തിയ അങ്ങനെയെങ്കിൽ തൊട്ട് താഴെ പറയും, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവേണ്ടി. നമുക്കെന്ത് വിഷമമുണ്ടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ പകരാം. നമ്മുടെ അച്ഛനമ്മയോട് പറഞ്ഞിട്ടോ, സഹോദരന്മാരോട് പറഞ്ഞിട്ടോ, ബന്ധുമിത്രാദികളോട് പറഞ്ഞിട്ടോ, ദേശക്കാരും ചർച്ചക്കാരും ഗോത്രക്കാരും വംശക്കാരും രാജ്യക്കാരടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ പറയുന്നു, നിൻ്റെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവേ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് സങ്കേതമാകുന്ന ഒന്നാണ്. ഇത് നമ്മളെ കൂട്ടത്താണ്. എപ്പോഴും നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നമ്മെ വഴി നടത്തുന്ന ദൈവം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം പറയുന്നു, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടെങ്കിലും കർത്താവിലോട്ട് കൊടുക്കുക. എന്ത് സങ്കടമുണ്ടെങ്കിലും, എന്ത് വേദനയുണ്ടെങ്കിലും ധൈര്യമായിട്ട് കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ദൈവം ജനമെല്ലാ കാലത്തും കർത്താവിൽ ആശ്രയിക്കാൻ പറയുന്നു. കർത്താവ് പറയുന്നു, സർവശക്തനായ ദൈവമേ, നിൻ്റെ ഹൃദയം എന്നിൽ പകരുവേ, ഞാൻ നിൻ്റെ സങ്കേതമാകുന്നു. എസ് ഹോളി സ്പിരിറ്റ്, ദ നൈൻ ഓഫ് ജീസസ്. യേശുവിൻ നാമത്തിൽ എന്നെ കാണുന്ന ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നതെല്ലാം കംപ്ലീറ്റും, എന്ത് കാര്യമുണ്ടോ, എന്ത് വിഷമമുണ്ടോ, എന്ത് നന്മയുണ്ടോ, എന്ത് തിന്മയിൽ കൂടെയാണ് പോകുന്നത്, എന്താണോ പ്രശ്നം, കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കാവലും കൂടെ ഇരിക്കുമാറാകണമേ. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനകളും കർത്താവിൻ്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടഭാരങ്ങൾ, എല്ലാ രോഗങ്ങൾ, എല്ലാ പ്രതികൂലങ്ങൾ, എല്ലാ പ്രതിസന്ധികൾ, നിന്ന് പരിഹാസം, ജോലിയില്ലായ്മ, എല്ലാം ഒരു മനുഷ്യൻ എന്തൊക്കെയാണോ ആത്മീയമായി ഭൗതികമായി കിട്ടുവാനുള്ളത് എല്ലാം സർവശക്തനായ ദൈവം കിട്ടാത്തതിനെയും കിട്ടിയതും എല്ലാം കർത്താവിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കാവലും കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.